എൻ്റെ ഡോക്ടർ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഹെൽത്ത് വണ്ടിലെ ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ ഷംസീർ സാറാണ്. നമുക്കിന്ന് സാറോട് കുറച്ച് സംശയങ്ങൾ ചോദിക്കാം. ഹായ് സാർ. ഹായ്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരിലാണെങ്കിലും പ്രായമായ ആളുകളിലാണെങ്കിലും മുട്ടുവേദനയ്ക്ക് സാധാരണ കാണുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രായമായവരിലും അതുപോലെ ചെറുപ്പക്കാരിലും മുട്ടുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ ചില കാരണങ്ങൾ കോമൺ ആണ്. നമുക്ക് ആദ്യം ചെറുപ്പക്കാരിലെ മുട്ടുവേദന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക്കലി പറയുന്നത് ഈ പരിക്കുകളൊന്നും ഇല്ലാതെ മുട്ടിന് വരുന്ന വേദനയ്ക്കുള്ള കാരണങ്ങളാണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പാറ്റലോഫീമറൽ പെയിൻ സിൻഡ്രോം അല്ലെങ്കിൽ കോൺഡ്രോമലേഷ്യ പാറ്റല എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇതിൽ ബേസിക്കലി മുട്ടിൻ്റെ ചിരട്ടയുടെ പിന്നിലുള്ള തേയ്മാനമാണ്. പിന്നെ സെക്കൻഡായിട്ട് കോമൺ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മുട്ടിൻ്റെ ഈ ഏർലി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. പ്രായമാവുന്നതിനും മുന്നേ നേരത്തെ വരുന്ന മുട്ടിൻ്റെ അകത്തുള്ള തേയ്മാനം. പിന്നെ കോമൺ ആയിട്ടുള്ളത് ക്രിസ്റ്റൽ ആർത്രോപ്പതീസ് എന്ന് പറയും. നമ്മൾ യൂറിക് ആസിഡ് എല്ലാം കൂടുന്നത് കാരണം മുട്ടിനകത്ത് ഗൗട്ട് അല്ലെങ്കിൽ സ്യൂഡോ ഗൗട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ വരാം. പിന്നെ കോമൺ ആയിട്ടുള്ള ഒന്ന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇനി പ്രായമായവരിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മുട്ടിലെ അസ്ഥിയുടെ തേയ്മാനമാണ്. പിന്നെ കോമൺ ആയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ഗൗട്ട് അല്ലെങ്കിൽ സ്യൂഡോ ഗൗട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും. പിന്നെ ഡീജനറേറ്റീവ് മെനിസ്കൽ ടയർ, നമ്മൾ പ്രായമാകുമ്പോൾ മുട്ടിനകത്തുള്ള മെനിസ്കസ് എന്ന് പറയുന്ന വാഷറുണ്ട്, അതിന് കീറിൽ വരാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനും പ്രായമായവരിൽ കോമൺ ആണ്, അതായത് ആമവാദം എന്ന് പറയുന്ന കണ്ടീഷൻ. ഇപ്പോൾ ഈ ചെറുപ്പക്കാരിൽ സന്ധിവാദം കാരണം ഉണ്ടാകുന്ന മുട്ടുവേദനയ്ക്ക് എന്തൊക്കെ ചികിത്സാ രീതികളുണ്ട്? ഓക്കെ, ഈ ചെറുപ്പക്കാരിൽ സന്ധിവാദം വന്നു കഴിഞ്ഞാലുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ പ്രായമായവരിലുള്ള ട്രീറ്റ്മെൻറ്റും വ്യത്യാസമുണ്ട്. ചെറുപ്പക്കാരിൽ തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അവരിൽ ഹീലിംഗ് പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പോൾ നമുക്കത് പലവരിലും പൂർണ്ണമായും ചികിത്സ മാറ്റാൻ പറ്റും. പിന്നെ ഉള്ളത്, നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ തേയ്മാനം പെട്ടെന്ന് കൂടാനും അത് സീവിയർ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപ്പക്കാരിൽ ഫോളോ ചെയ്യുന്നത് ഒരു ജോയിൻറ്റ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്, അതായത് സന്ധിയെ പരിരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഏർലി സ്റ്റേജിലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫോക്കൽ പോയിന്റിലാണ് ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഡാമേജ് ഉള്ള ഏരിയ നമുക്ക് കറക്റ്റായിട്ട് ക്യൂർ ചെയ്യാം. നമുക്ക് ക്യൂഹോളായിട്ട് ഓട്ടോകാട്ട് എന്ന് പറയുന്ന പ്രൊസീജിയറുണ്ട്, ACA അഥവാ ഓട്ടോലോഗസ് കോൺട്രോസൈറ്റ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറുണ്ട്. ഇപ്പോൾ മുട്ടിനകത്ത് ഒരു ഏർലി സ്റ്റേജസിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ, കാർട്ടിലേജ് എന്ന് പറയുന്ന തരുണാസ്ഥിയിൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ മാത്രം നമുക്ക് കറക്റ്റായിട്ട് ക്യൂർ ചെയ്യാം. അതിന് നമുക്ക് ക്യൂഹോളായിട്ട് ചെയ്യാവുന്ന ഓപ്ഷൻസ് മൈക്രോ ഫ്രാക്ചർ എന്ന് പറയുന്ന പ്രൊസീജിയറുണ്ട്, പിന്നെ ഓട്ടോലോഗസ് കോൺട്രോസൈറ്റ് ഇംപ്ലാന്റേഷൻ, ഓട്ടോകാട്ട്, ഓട്സ്, അങ്ങനെ പറയുന്ന 4 പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ പേഷ്യൻ്റ് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ പേഷ്യൻ്റെ MRI സ്കാനെല്ലാം നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സിവിയർ OA വന്നു വിചാരിക്കുക. സാധാരണ മുട്ടിന് 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്: മീഡിയൽ കമ്പാർട്ട്മെൻറ്റ്, ലാറ്ററൽ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് പാറ്റലോഫീമറൽ കമ്പാർട്ട്മെൻറ്റ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് മീഡിയൽ കമ്പാർട്ട്മെൻറ്റ്, അതായത് മുട്ടിൻ്റെ അകത്തെ ഭാഗത്തുള്ള തേയ്മാനമാണ് കാണുന്നത്. അത് വരുമ്പോൾ ഉള്ള പ്രശ്നം മുട്ടിന് ചെറിയൊരു വളവ് പോലെയും വരാം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഈ വളവുള്ള ഭാഗം നമുക്ക് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഈ നമ്മൾ പേഷ്യൻ്റ് നിൽക്കുകയോ നടക്കുകയോ ചെയ്യുമ്പോൾ ഈ ഡാമേജ് ഉള്ള ഭാഗത്തൂടെ ലോഡ് വരില്ല. അപ്പോൾ ലോഡ് നമുക്ക് നോർമലായിട്ടുള്ള ലാറ്ററൽ സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റീവ് ഓസ്റ്റിയോട്ടമി എന്ന് പറയുന്നൊരു പ്രൊസീജിയറും നമുക്കിതിന് ചെയ്യാൻ പറ്റും. സാർ, ഇപ്പോൾ ഈ പ്രായമായവരിൽ മുട്ട് തേയ്മാനത്തിന് എന്തൊക്കെ ചികിത്സാ രീതികളുണ്ട്? അതേപോലെ തന്നെ PRP ഇഞ്ചക്ഷനൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ സർജറി ആർക്കൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്? നമ്മൾ ഈ പ്രായമായവരിൽ മുട്ട് തേയ്മാനത്തിന് നമ്മൾ 4ആയിട്ട് ഗ്രേഡ് ചെയ്യും. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 4ആയിട്ട് ഗ്രേഡ് ചെയ്യും. നമ്മൾ എക്സ്റേയിൽ എത്രമാത്രം തേയ്മാനം ഉണ്ട് എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ഗ്രേഡിങ് ചെയ്യുന്നത്. അതിൽ സ്റ്റാർട്ടിങ്ങിൽ ഗ്രേഡ് 1 അതുപോലെ ഗ്രേഡ് 2 ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഓപ്ഷൻസ് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മുട്ട് താഴെ പേഷ്യൻ്റ് നമ്മൾ ഇരിക്കുക, സ്പോട്ടിങ് അവോയ്ഡ് ചെയ്യാൻ പറയും. അതുപോലെ യൂറോപ്യൻ ക്ലോസറ്റ്സ് യൂസ് ചെയ്യാൻ പറയും. പിന്നെ സ്റ്റെപ്പ് കയറുന്നതും ഇറങ്ങുന്നതൊക്കെ കുറയ്ക്കാൻ പറയും. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് വെയിറ്റ് റിഡക്ഷൻ, അതായത് ബോഡി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ നോർമലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബ്രിസ്ക് വാക്കിങ്, കുറച്ച് സ്പീഡിൽ നടക്കുകയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ബോഡി വെയിറ്റിൻ്റെ ഒരു 4 ഇരട്ടിയോളം നമ്മൾ മുട്ടിലൂടെ ലോഡ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 4-5 കിലോ കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം 20 കിലോത്തോളം നമ്മൾ മുട്ടിനകത്തുള്ള ലോഡ് കുറയും. അപ്പോൾ ഈ തേയ്മാനം വന്നവർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഫിസിയോതെറാപ്പി. ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് മുട്ടിൻ്റെ 4 പുറയുള്ള ഈ മസിൽസിനെ കുറച്ച് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുവഴി നമ്മളെ മുട്ടിലോട്ടുള്ള ലോഡ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും.
പിന്നെ ഒരു ഗ്രേഡ് 2 ഗ്രേഡ് 3 ഒക്കെ ഓസ്റ്റിയോആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഫ് ലോഡിങ് ബ്രേസ് യൂസ് ചെയ്യാം. സാധാരണ ഏതെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റിലാണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് വരുന്നത്. കോമൺ ആയിട്ട് മീഡിയൽ കമ്പാർട്ട്മെൻറ്റ് ഓസ്റ്റിയോആർത്രൈറ്റിസ് വരുന്നത്. അതിൻ്റെ കൂടെ മുട്ടിന് ചെറിയ വളവും ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് ആ ഏരിയയിൽ ലോഡ് വരാതിരിക്കാൻ ഓഫ് ലോഡിങ് ബ്രേസസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ PRP ഇഞ്ചെക്ഷൻസ്, അതുപോലത്തെ ഇഞ്ചെക്ഷൻസ് നമുക്ക് ഈ ഗ്രേഡ് 2 ഗ്രേഡ് 3 ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു ഷോർട്ട് ടൈം എഫക്റ്റാണ് ഇവർക്കുള്ളത്. ഒരു 6 months മുതൽ 1 year വരെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് ആണ് സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ, പിന്നെ PRP ഇഞ്ചെക്ഷൻ, പിന്നെ വിസ്കോ ഇലാസ്റ്റിക് സപ്ലിമെൻറ്റ്സ്. ഇതിൽ ഏറ്റവും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് PRP ഇഞ്ചെക്ഷൻസ് ആണ്. സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസും ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാറുണ്ട്. പിന്നെ നമ്മൾ ഗ്രേഡ് 4 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഗ്രേഡ് 4 ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേയിൽ 2 ബോൺസിൻ്റെ ഇടയിൽ ഒട്ടും ഗ്യാപ്പില്ല, ബോൺസ് തമ്മിൽ ഉരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഫിസിയോതെറാപ്പിയും പെയിൻ മെഡിക്കേഷൻസിനൊക്കെ ഭയങ്കര ലിമിറ്റഡ് റോളുള്ളൂ. ആ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർജറി ആവശ്യമായി. സർജറി എന്ന് പറയുന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, മുട്ട് മാറ്റി വയ്ക്കുക എന്നുള്ള സർജറിയാണ്. സാർ, ഇപ്പോൾ ഈ മുട്ട് മാറ്റിവെക്കൽ സർജറി കൂടുതലും പെയിൻഫുൾ ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. അത് ശരിക്കും ശരിയാണോ? ഇത് പബ്ലിക്കിൻ്റെ ഇടയിലുള്ള ഒരു തെറ്റായ ധാരണയാണ്. നമ്മൾ മുട്ട് മാറ്റി വയ്ക്കുമ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് സർജറിക്ക് മുന്നേ ആയിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള അനസ്തേഷ്യ ബ്ലോക്കുകൾ കൊടുക്കും, നെർവ് ബ്ലോക്കുകൾ കൊടുക്കും. അപ്പോൾ ഒരു സർജറിയുടെ സമയത്തും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് 1-2 ദിവസങ്ങളിൽ പേഷ്യൻറ്റ് തീരെ വേദന അറിയില്ല. പിന്നെ നമ്മൾ സർജറിയിൽ ചെയ്യുന്നത് മിനിമൽ സോഫ്റ്റ് ടിഷ്യൂ റിലീസാണ്, അതായത് ചെറിയ മുറിവുകളിലൂടെയാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. പിന്നെ നമ്മൾ സർജറി സമയത്ത് മുട്ടിനകത്ത് ഇൻട്രാർട്ടിക്കുലർ ഇഞ്ചെക്ഷൻസും കൊടുക്കും വേദന അറിയാതിരിക്കാൻ. അപ്പോൾ ഇനീഷ്യൽ ഒരു 1 week ഒക്കെ തീരെ പേഷ്യൻറ്റ് വേദന ഉണ്ടാവില്ല. പിന്നെ ആ സർജറിയുടെ വേദനകളും കാര്യങ്ങളും ഒരു 1 to 2 months ഇടയിൽ പൂർണ്ണമായിട്ടും പേഷ്യൻറ്റ് റിലീവ് ആകും. അപ്പോൾ ഈ ഇനീഷ്യൽ ഒരു 1 to 2 months മാത്രമാണ് ഈ പ്രശ്നങ്ങൾ, മറ്റേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതെല്ലാം നമ്മൾ മുന്നത്തെ ഒരു 10 years മുന്നത്തെ കണ്ടീഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജിയിൽ നമ്മൾ മുട്ടുമാറ്റി വെച്ച് കഴിഞ്ഞാലും വേദന തീരെ ഉണ്ടാവാറില്ല. നമ്മൾ സാധാരണ ഈ OP യിലൊക്കെ വരുന്ന പേഷ്യൻസ്, സർജറി കഴിഞ്ഞ് വരുന്ന പേഷ്യൻസ് പറയാറുണ്ട് നമ്മൾ സർജറിയുടെ മുന്നേ പ്രതീക്ഷിച്ചത് ഒരുപാട് വേദന ഉണ്ടാവും എന്നൊക്കെയാണ്, പക്ഷേ സർജറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത്രയൊന്നും വേദന ഉണ്ടായിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജി പ്രകാരം നമ്മൾ മുട്ടുമാറ്റിക്കുമ്പോൾ നമ്മൾ മുന്നത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വേദന ഭയങ്കര കുറവാണ്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ടിൻ്റെ ഈ തേയ്മാനത്തിൻ്റെ വേദന പൂർണ്ണമായിട്ടും ഇല്ലാതാവും. പിന്നെ മുട്ടിന് വളവുള്ളതെല്ലാം നമുക്ക് കറക്റ്റാക്കാം, സ്ട്രെയിറ്റ് ആക്കാം. പിന്നെ നടക്കുന്ന രീതി, പേഷ്യൻ്റ് നടക്കുന്ന രീതിയിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. സാറിൻ്റെ പ്രാക്ടീസിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്ന മുട്ടിലെ ലിഗ്മെൻറ്റ് പരിക്കുകൾ ഏതൊക്കെയാണ്? മുട്ടിൻ്റെ ബേസിക്കലി മെയിനായിട്ട് 4 ലിഗമെൻറ്റ്സും ഉണ്ട്. പിന്നെ ഒരു മെനിസ്കസ് എന്ന് പറയുന്ന മുട്ടിനകത്ത് വാഷറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ACL, അതായത് ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ് എന്ന് പറയുന്നതാണ്. പിന്നെ ഉള്ളത് PCL അല്ലെങ്കിൽ പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ്, പിന്നെ മീഡിയൽ കൊളാറ്ററൽ ലിഗമെൻറ്റ് ആൻഡ് ലാറ്ററൽ കൊളാറ്ററൽ ലിഗമെൻറ്റ്. ഇതിൽ നമ്മൾ ഒരു ഇഞ്ചുറിയുടെ ഓർഡറിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ACL ഇഞ്ചുറിയാണ്. പിന്നുള്ളത് മീഡിയൽ കൊളാറ്ററൽ ലിഗമെൻറ്റ് ഇഞ്ചുറി. പിന്നെ PCL ഇഞ്ചുറി കുറച്ച് റെയറാണ്. അത് നമ്മൾ കുറച്ചും കൂടി ഹൈ വെലോസിറ്റി ഇഞ്ചുറി, അല്ലെങ്കിൽ അതായത് റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുമ്പോഴാണ് ഈ PCL ഇഞ്ചുറി വരുന്നത്. LCL ഇഞ്ചുറിയും അതുപോലെ തന്നെ കുറച്ച് ഹൈ വെലോസിറ്റി ഇഞ്ചുറിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഈ MCL ഇഞ്ചുറിയും അതുപോലെ ACL ഇഞ്ചുറിയാണ്. സാർ, അപ്പോൾ മറ്റ് ലിഗ്മെൻറ്റ് ഇഞ്ചുറീസ് അപേക്ഷിച്ച് ACL പരിക്ക് കൂടുതലായി സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, ഇതറിയണമെങ്കിൽ നമുക്ക് ACLൻ്റെ ലൊക്കേഷൻ, മുട്ടിനകത്ത് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് അറിയണം. പിന്നെ ACLൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് അറിയണം. ACL എന്ന് പറയുന്ന ലിഗമെൻറ്റ് കാണുന്നത് മുട്ടിൻ്റെ നീ ജോയിൻ്റെ അകത്താണ്. അപ്പോൾ നീ ജോയിൻ്റെ അകത്ത് നമ്മൾ സൈനോവിയൽ ഫ്ലൂയിഡ് അഥവാ ഒരു മുട്ടിനകത്തുള്ളൊരു ദ്രാവകമുണ്ട്. ഇതിലാണ് ഈ ACL എന്ന് പറയുന്ന ലിഗമെൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ACL ലിഗമെൻറ്റിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ ബ്ലീഡിങ് ഉണ്ടാവും, മുട്ടിനകത്ത് ബ്ലീഡിങ് ഉണ്ടാവും. പക്ഷേ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാകുന്നതുകൊണ്ട് ഈ ബ്ലീഡിങ് ഡൈല്യൂട്ടായി പോകും. ഇപ്പോൾ നോർമലായിട്ടൊരു പരിക്ക് വന്നു കഴിഞ്ഞാൽ അത് ഹീലാവണമെന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് എന്ന് പറയുന്നത് ആ പരിക്ക് പറ്റിയ ഭാഗത്ത് തന്നെ ഇരിക്കണം. അപ്പോൾ ഈ സൈനോവിയൽ ഫ്ലൂയിഡിൽ ഇത് ബേസ്ഡ് ആയതുകൊണ്ട് ബ്ലീഡിങ് അവിടെ ഡൈല്യൂട്ടായി പോകും. അപ്പോൾ ഇതിൻ്റെ ACL ലിഗമെൻറ്റ് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹീലിംഗ് പൊട്ടൻഷ്യൽ ഭയങ്കര കുറവാണ്. പിന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ, ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മുട്ടിന് താഴത്തെ ടിബിയ എന്ന് പറയുന്ന ബോൺ, അത് എല്ല് മുന്നിലോട്ട് തള്ളി വരാതെയും അതുപോലെ തിരിയാതെയും നമുക്ക് മുട്ടിന് സ്റ്റെബിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു മുട്ടിൻ്റെ ACL ലിഗ്മെൻറ്റിനെ നമുക്കൊരു കാറിലെ ഒരു സീറ്റ് ബെൽറ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സ്പീഡ് കുറയ്ക്കുക, ഡീസലറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കട്ടിങ് മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് ഡയറക്ഷൻ മാറുകയോ ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ട് പൊസിഷനിൽ നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ ലാൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഈ ACL എന്ന് പറയുന്ന ലിഗ്മെൻറ്റിന് സ്ട്രെയിൻ വരുന്നത്, അപ്പോഴാണ് ഇത് പൊട്ടുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് ഈ യങ് ആയിട്ടുള്ള അത്ലറ്റ്സിലൊക്കെയാണ്.
അപ്പോൾ അവർ പ്രോപ്പറായിട്ടുള്ള അവർക്ക് ട്രെയിനിങ് കിട്ടാതെ ഇംപ്രോപ്പറായിട്ട് ജമ്പ് ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ACL പരിക്ക് വരാം. അപ്പോൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഫുട്ബോൾ അസോസിയേഷനായിട്ടുള്ള ഫിഫ എന്ന് പറയുന്ന ബോഡി ഒരു FIFA 11+ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോട്ടോകോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബേസിക് ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ അത്ലറ്റിക് ആക്ടിവിറ്റീസ്, അതായത് ഫുട്ബോൾ അതുപോലത്തെ കോൺടാക്ട് സ്പോർട്സ് എല്ലാം കളിക്കുന്നതിന് മുന്നേ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ACL ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാം. അപ്പോൾ മുട്ടിലെ മറ്റ് ലിഗ്മെന്റ് പരിക്കുകൾക്ക് എന്തൊക്കെ ചികിത്സ ഉണ്ട്? ഓക്കെ, ഈ മുട്ടിലെ ലിഗമെന്റ് പരിക്കുകൾക്കുള്ള ചികിത്സ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഒന്ന് പേഷ്യൻ്റെ ഏജ്, അതുപോലെ ഏത് ലിഗമെൻ്റാണ്, പിന്നെ ഇതിൻ്റെ സീവിയറിറ്റി എത്ര മാത്രമുണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ACL എന്ന് പറയുന്ന ലിഗമെൻറ്റ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു യങ് ആക്റ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് അതിന് ACL റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സർജറി ചെയ്യണം. ഇത് നമ്മൾ ആർത്രോസ്കോപ്പിക്കലാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഈ പൊട്ടിയ ലിഗമെൻറ്റിന് പകരം മുട്ടിൻ്റെ പിറകിൽ നിന്നോ അല്ലെങ്കിൽ ആംഗിളിൽ നിന്നോ ലിഗമെൻ്റ് എടുത്ത് അതിനെ റീകൺസ്ട്രക്ഷൻ ചെയ്യും. ഒരു കുറച്ച് ഓൾഡ് ഏജ് ആയിട്ട് ഒരു ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്കതിന് സർജറി ഇല്ലാതെ തന്നെ കൺസർവേറ്റീവ്ലി മാനേജ് ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യം റെസ്റ്റും ബ്രേസിങ്ങും എല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളില്ലാതെ പോകാൻ പറ്റും. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ലിഗമെന്റ് ഇഞ്ചുറിയാണ് MCL ലിഗമെന്റ് ഇഞ്ചുറി. ഇത് നമുക്കൊരു 90% കേസുകളിലും സർജറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും അതുപോലെ ബ്രേസിങ്ങും എല്ലാം ചെയ്താൽ മതി. ഭയങ്കര സീവിയർ ഇഞ്ചുറി ആണെങ്കിൽ മാത്രമേ ഉള്ളൂ MCL നമ്മൾ റീകൺസ്ട്രക്ഷൻ, അതായത് വേറെ ലിഗമെന്റ് എടുത്തിട്ട് അതിന് പകരം വെക്കേണ്ട സർജറി ആവശ്യമായിട്ട് വരുള്ളൂ. പിന്നെ ഉള്ളത് കോമൺ ആയിട്ടുള്ള PCL ലിഗമെന്റ് ഇഞ്ചുറി. ഇതും ACL ഇഞ്ചുറി പോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിഗമെൻ്റാണ്. ഇത് നമുക്ക് പ്രായമായാലും ഒരു ഗ്രേഡ് 3 ഗ്രേഡ് 4 ഒക്കെ ഇഞ്ചുറി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും റീകൺസ്ട്രക്ഷൻ ചെയ്യണം. ഓക്കെ, പിന്നെ ഉള്ളത് LCL ലിഗമെന്റ് ഇഞ്ചുറിയാണ്. LCL ലിഗമെന്റ് ഇഞ്ചുറിയും ഇതുപോലെ ഹൈ വെലോസിറ്റി ഇഞ്ചുറിയിലാണ് വരുന്നത്. അപ്പോൾ അതിനും മുട്ടിൽ ഇൻസ്റ്റബിലിറ്റി, ഇളക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസിലും നമുക്കതിനെ റീകൺസ്ട്രക്ഷൻ ചെയ്യണം. പിന്നെ കോമൺ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു മെനിസ്കസ് എന്ന് പറയുന്ന മുട്ടിനകത്ത് ഒരു വാഷറുണ്ട്. അതിന് കീറിൽ വന്നു കഴിഞ്ഞാൽ യങ് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് തീർച്ചയായും റിപ്പയർ ചെയ്യണം. കീറിൽ വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യണം. പിന്നെ കുറച്ച് ഓൾഡ് ഏജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മെനിസ്കെക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യാം. അതായത് നമുക്ക് വെയിറ്റ് ബെയറിംഗ് ഏരിയയിൽ ഈ മെനിസ്കസിന് പെരിഫറലി ടയർ വന്നു കഴിഞ്ഞാൽ ആ ടയർ ആയിട്ടുള്ള ഭാഗം നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ അതിനാണ് നമ്മൾ മെനിസ്കെക്ടമി എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷന് മുമ്പും ശേഷവും ഫിസിയോതെറാപ്പി ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഈ സ്പോർട്സ് മെഡിസിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. നമുക്ക് ഒരു 2 രീതിയിലുള്ള ഫിസിയോതെറാപ്പിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫോർ എക്സാമ്പിൾ ഒരു ACL ഇഞ്ചുറി പറ്റിയ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് പ്രീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെയും അതുപോലെ തന്നെ പേഷ്യൻ്റ് പരിക്ക് പറ്റിയ മുട്ടിനെയും നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ മുട്ടിനെ നമുക്ക് സർജറിയുടെ മുന്നേ പാകപ്പെടുത്തിയെടുക്കുക. അതിനാണ് നമ്മൾ പ്രീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ACL റീകൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് പേഷ്യൻറ്റിനെ പഴയ കണ്ടീഷനിലോട്ട്, അവരുടെ പ്രീ ഇഞ്ചുറി കണ്ടീഷനിലോട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ്റെ റോള്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് മസിൽ സ്ട്രെങ്തനിങ് ചെയ്യും. അതുപോലെ തന്നെ പേഷ്യൻ്റ് നടക്കുമ്പോഴും ഓടുമ്പോഴുള്ള സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യും. അതുപോലെ തന്നെ പേഷ്യൻ്റെ പരിക്ക് പറ്റാത്ത നോർമൽ സൈഡിലെ അതേ മസിൽ ബൾക്കും കാര്യങ്ങളും തിരിച്ചു കൊണ്ടുവരാനുള്ള എക്സസൈസുകൾ ചെയ്യും. ഇതെല്ലാം ചെയ്ത് നമ്മൾ ഒരു അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു തിരിച്ച് ആ ഗെയിമിലോട്ട് പോകുന്നതിന് മുന്നേ അസസ്മെൻറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ചെക്ക് പോയിൻറ്റ്സ് എല്ലാം ക്ലിയർ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിന് ഓക്കെ പറയുന്നത്. സാർ, ഇപ്പോൾ ഈ കുട്ടികളിൽ മുട്ടുവേദന കണ്ടുവരാറുണ്ടോ? അതിൻ്റെ ഇപ്പോൾ കാരണം എന്താ? കുട്ടികളിൽ സാധാരണ മുട്ട് വേദന വരാനുള്ള 2-3 കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ഈ കുട്ടികളിൽ ഒന്ന് നമ്മൾ ഓസ്കൂട്ട്-ഷ്ലാറ്റേഴ്സ് ഡിസീസ് എന്ന് പറയും. മുട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഈ പാറ്റല ടെൻഡൻ, അതായത് മുട്ടിൻ്റെ ഒരു വള്ളി അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് നീർക്കെട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഓസ്കൂട്ട്-ഷ്ലാറ്റേഴ്സ് ഡിസീസ്. പിന്നെ ഉള്ളത് മുട്ടിൻ്റെ പാറ്റല ടെൻഡൻ എന്ന് പറയുന്ന മുട്ടിൻ്റെ ചിരട്ടയുടെ താഴെയുള്ള ലിഗമെൻറ്റിന് ഓവർ യൂസ് കാരണം അതിൽ നീർക്കെട്ട് വരാം, അങ്ങനെ വേദന വരാം. ആണ് പാറ്റല ടെൻഡനൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരാം. പിന്നെ ഉള്ളത് മുട്ടിനകത്തുള്ള മെനിസ്കസ്, അതായത് വാഷറിന് നമ്മൾ ഡിസ്കോയിഡ് മെനിസ്കസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാം. ഇത് ജന്മന ഉണ്ടാകുന്നൊരു വ്യതിയാനമാണ്. അതായത് സാധാരണ മെനിസ്കസ് ഉള്ളതിനേക്കാളും ഒരു C ഷേപ്ഡ് സ്ട്രക്ചറാണ്. അതിനേക്കാളും വലുതായിട്ട് ഒരു ഫുള്ളായിട്ടൊരു ഡിസ്ക് പോലെ കാണുന്ന ഒരു കണ്ടീഷനാണ് ഡിസ്കോയിഡ് മെനിസ്കസ്. ഇത് കാരണം കുട്ടികളിൽ വേദന വരാം. സാർ, ഇപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ മുട്ടുവേദനയായിട്ട് ചെറുപ്പക്കാരാണ് വരാറ് അതോ കൂടുതലും പ്രായമായ ആളുകളാണ് വരാറ്?
അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു 60-40 എന്ന് പറയുന്ന കണക്കിലാണ്. ഒരു 60% വരുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. മിക്കവാറും അവർ മുട്ടിൽ തേയ്മാനമായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു 40% യങ് ആയിട്ടുള്ള ആൾക്കാർ, അത് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ട് ലിഗമെന്റ് ഇഞ്ചുറി ഒക്കെ ആയിട്ടാണ് വരാറുള്ളത്. സാർ, ഇപ്പോൾ ഒരു 40 വയസ്സൊരാൾക്ക് മുട്ടിന് പരിക്ക് പറ്റി, അപ്പോൾ അത് കാര്യമാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യമൊന്നും. പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് വേദന നന്നായി കൂടി. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ മുട്ടിന് ലിഗ്മെന്റ് പരിക്കും അതുപോലെ മുട്ട് തേയ്മാനം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ആവശ്യമുണ്ടോ? ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് സാധാരണ ജനങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് വേദനയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിന് കാര്യമായിട്ട് എടുക്കില്ല. അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ഡോക്ടറെ കാണിച്ചിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ പലതും വീട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് ഈ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ലിഗമെൻറ്റിന് ഡാമേജ് വരാം. ലിഗമെൻറ്റ് ഡാമേജ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുട്ടിനകത്തുള്ള കാർട്ടിലേജ് എന്ന് പറയുന്ന ലെയറിന് പെട്ടെന്ന് തേയ്മാനം വരാം. അപ്പോൾ ഈ ചെറിയ പരിക്ക് നമുക്കൊരു ചെറിയ ഇമ്മീഡിയറ്റ് സ്റ്റേജിൽ നമുക്കൊരു റെസ്റ്റും അതുപോലെ ബ്രേസിംഗ് എല്ലാം ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ഒരു 1 or 2 years കഴിയുമ്പോൾ ആ ലിഗമെൻറ്റിന് ചെറിയ ഡാമേജ് ഉള്ളത് സീവിയർ ആകും. അതുപോലെ തന്നെ കാർട്ടിലേജിനുള്ള ഡാമേജ് കൂടി തേയ്മാനം എല്ലാം വരാം. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ലെവൽ നമുക്ക് ഇൻക്രീസ് ആവും. അപ്പോൾ ഇനീഷ്യലി സ്റ്റേജിൽ തന്നെ നമുക്കത് ഒരു പ്രോപ്പറായിട്ട് ഓർത്തോപെഡിക് സർജനെ കാണിച്ച് അസസ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രേഡും സിവിയറിറ്റി എല്ലാം അനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ ചെറിയ ടയറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ബ്രേസിങ്ങും അതുപോലെ റെസ്റ്റും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മിക്കവാറും ഇഞ്ചുറീസ് എല്ലാം ഹീലാവും. അപ്പോൾ അത് ചെയ്യാതെ നമ്മൾ അവഗണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിവിയറിറ്റിയും അതുപോലെ മുട്ടിനകത്തുള്ള ഡാമേജും എല്ലാം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇത്ര നേരം സംസാരിച്ചത് ഹെൽത്ത് പോയിന്റിലെ പ്രശസ്ത ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ ഷംസീർ സാറാണ്. അപ്പം ഇനി അടുത്തൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.